കേരളത്തിലെ 328 കോളേജ് അധ്യാപക തസ്തികകൾ വെട്ടിക്കുറച്ചു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വിശദമായ വീഡിയോയിൽ കിടക്കാം. ജോലിഭാരം ഉയർത്തിയും PG അധ്യാപനത്തിനുള്ള വെയിറ്റേജ് റദ്ദാക്കിയും സംസ്ഥാനത്തെ കോളേജുകളിൽ സർക്കാർ വെട്ടിക്കുറച്ചത് 328 അധ്യാപക തസ്തികകൾ. 10 വർഷത്തിനിടെ 2500 മുകളിൽ അധ്യാപക തസ്തികകൾ ഇല്ലാതാകുമെന്നാണ് വിലയിരുത്തൽ. 400 മുകളിൽ വരെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നടന്നിരുന്ന ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഈ വർഷം നടന്നത് വെറും 10 നിയമനങ്ങൾ മാത്രം. ഇനി നമുക്ക് ഓരോ വിഷയത്തിലും ഇല്ലാതാകുന്ന അധ്യാപക തസ്തികകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. കൊമേഴ്സ് 57, ഇക്കണോമിക്സ് 46, ഹിസ്റ്ററി 26, ഇംഗ്ലീഷ് 24, മാത്സ് 21, ഫിസിക്സ് 20, മലയാളം 19, സംസ്കൃതം 16, കെമിസ്ട്രി 14, ബോട്ടണി 11, സുവോളജി 10, അറബിക് 10, ഇസ്ലാമിക് ഹിസ്റ്ററി 8, തമിഴ് 7, മ്യൂസിക് 5, ജിയോളജി 4, സൈക്കോളജി 3, ജേർണലിസം 2, സോഷ്യോളജി 2, ബയോടെക്നോളജി 1, മൈക്രോബയോളജി 1, ഉറുദു 1, ട്രാവൽ ആൻഡ് ടൂറിസം 1. ഇത്രയും അധ്യാപക തസ്തികകളാണ് വിവിധ വിഷയങ്ങളായിട്ട് ഇല്ലാതാവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഉന്നത ബിരുദങ്ങളൊക്കെ നേടി വർഷങ്ങളായിട്ട് ഒരു കോളേജ് അധ്യാപനാവുക എന്നൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഈ തീരുമാനം എന്ന് പറയാതിരിക്കാൻ വയ്യ. എത്രയും വേഗം അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും ആവശ്യം അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഉൾപ്പെടുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ എഡ്യൂക്കേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള മികച്ച രീതിയിലുള്ള വീഡിയോസ് ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. വിവിധ തൊഴിലന്വേഷകരും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കളും അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ, വളരെ കാലികമായിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളെക്കുറിച്ച് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു സൂചന നൽകാൻ മറക്കരുത്. അത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് വീണ്ടും ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ വീക്ഷിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.